ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ തമിഴ് സിനിമയിലെ ഏറ്റവും ടോപ്പ് ഫാൻ ഫോളോവേഴ്സ് ഉള്ള രണ്ട് നടന്മാരാണ്. ഒന്ന് ദളപതി വിജയ്, രണ്ട് തല അജിത് കുമാർ. ഈ രണ്ടുപേരുടെയും സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ രണ്ടുപേരുടെയും ഫാൻസുകാർ തമ്മിൽ നല്ല കട്ടയ്ക്കുള്ള ഫൈറ്റ് നടക്കാറുണ്ട്, ഫാൻ ഫൈറ്റ്. അത് കേരളത്തിൽ അത്ര കാര്യമായിട്ട് നടക്കാറൊന്നുമില്ല, പക്ഷെ തമിഴ്നാട്ടിൽ ഭയങ്കര കൊടൂര സീനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഈ മധുരൈ ഡിസ്ട്രിക്റ്റിലൊക്കെ എന്താ പറയാ, അജിത് ഫാൻസ് ഭയങ്കര സ്ട്രോങ് ആണ്, ദളപതി ഫാൻസും അവിടെ നല്ല സ്ട്രോങ് ആണ്. കത്തിക്കുത്തിയിട്ട് പല കേസുകൾ നടക്കാറൊക്കെ ഉണ്ട്. സോ പറഞ്ഞു വന്നത്, ഇപ്പൊ ഈ രണ്ടുപേരുടെയും പുതിയ റിലീസ് ആവുന്ന സിനിമകളെ സംബന്ധിച്ചു ഒരു ചെറിയൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ അജിത്തിന്റെ അടുത്ത പടം എന്ന് പറയുന്നത് ശരിക്കും വിടാമുയർച്ചയാണ്. പക്ഷെ വിടാമുയർച്ചയുടെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും ഒന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വിശാലിനെ നായകനാക്കിയിട്ട് മാർക്ക് ആന്റണി എന്ന് പറയുന്ന സിനിമ ഡയറക്ട് ചെയ്ത ആദിക് രവിചന്ദ്രൻ അജിത്തിനെ നായകനാക്കിയിട്ട് സിനിമ അനൗൺസ് ചെയ്യുന്നത്. പടത്തിന്റെ ടൈറ്റിൽ നമ്മൾ കണ്ടിരുന്നു, ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി എന്നാണ് അതിന്റെ പേര്. നമ്മുടെ മാർക്ക് ആന്റണി നല്ല കളക്ഷൻ വന്നു, നല്ല പേര് ആദിക് രവിചന്ദ്രൻ ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ട് തന്നെയായിരിക്കും അജിത്ത് കൈ കൊടുത്തത്. ഓൾറെഡി വിഘ്നേഷ് ശിവനായിട്ട് സിനിമ ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തിട്ട് അത് ഡ്രോപ്പ് ആയി പോയതാണ്. സോ ആ ഒരു ഗ്യാപ്പിൽ ഈ ആദിക് രവിചന്ദ്രന്റെ പടത്തിന് അജിത്ത് കൈ കൊടുത്തിട്ടുണ്ട്. ഈ സിനിമയുടെ OTTയുടെ പ്രൈസ്, അതായത് OTT പ്ലാറ്റ്ഫോം പർച്ചേസ് ചെയ്ത പ്രൈസ് അജിത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ റെക്കോർഡ് പ്രൈസിനാണ് സിനിമ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 95 crore rupees, 95 കോടി രൂപ. ഇതുവരെ ഒരു അജിത് ചിത്രത്തിനും ഇത്രയും വലിയൊരു പ്രൈസ് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണ് നമ്മുടെ ദളപതി വിജയ് നായകനാവുന്ന സിനിമ. ഈ സിനിമ വരുന്ന സെപ്റ്റംബർ 5 റിലീസ് ചെയ്യാൻ പോകുന്നത്. വെങ്കട് പ്രഭുവിന്റെ ഡയറക്ഷനിൽ ദളപതി എങ്ങനെ വരുന്നുള്ളതൊക്കെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. ഈ സിനിമയുടെ OTTയുടെ സെയിൽ നടന്നിട്ടുള്ളത് 110 കോടി രൂപയ്ക്കാണ്. ഇപ്പൊ ഈ ഒരു രണ്ട് കാര്യം പറഞ്ഞിട്ടാണ് അജിത് ഫാൻസും വിജയ് ഫാൻസും തമ്മിലുള്ള അലമ്പ്. അതായത് രണ്ടുപേർക്കും അവരുടെ ഹീറോനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന ലെവലിലുള്ള വർത്തമാനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അജിത്തിന് റെക്കോർഡ് സ്വന്തം കരിയർ ഇടാൻ പറ്റിയെന്നുണ്ടെങ്കിലും ദളപതിനെ വെട്ടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് മൊത്തത്തിൽ നടക്കുന്ന സംസാരം. അതായത് 95 കോടി രൂപയാണ് മാക്സിമം റെക്കോർഡ് പ്രൈസ് ആയിട്ട് അജിത്തിന്റെ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. 110 കോടി രൂപയാണ് നമ്മളെ ദളപതിയുടെ സിനിമയ്ക്കായിട്ട് OTT പ്ലാറ്റ്ഫോം വാങ്ങിച്ചിട്ടുള്ള പ്രൈസ്. ഇതിൽ ഏറ്റവും വലിയ കൗതുകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സിനിമയും പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഒരു OTT പ്ലാറ്റ്ഫോമാണ്. എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ലിയോ ഒക്കെ ലാസ്റ്റ് പർച്ചേസ് ചെയ്തത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് തന്നെയാണ് ഈ ഗുഡ് ബാഡ് ആൻഡ് അഗ്ലിയും അതേപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമും പർച്ചേസ് ചെയ്തിട്ടുള്ളത് എന്ന് തോന്നുന്നു. കാരണം അത് ഒഫീഷ്യലായിട്ട് പുറത്തൊന്നും വിട്ടിട്ടില്ല. ഇതാണ് വരുന്ന വാർത്തകൾ. മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ഈ ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി പ്രൊഡ്യൂസ് ചെയ്യണത്. അതേപോലെ തന്നെ അർച്ചന കൽപ്പാത്തിയുടെ കലിപ്പതിയസ് അഘോരം, ഈ ഒരു കോമ്പിനേഷനാണ് നമ്മളുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഫാൻ ഫൈറ്റിന് ഒരു കുറവില്ലാത്തതാണ് ഇവർ രണ്ടുപേരുടെയും കാര്യം. പക്ഷെ ഇപ്പോഴത്തെ ഫാൻ ഫൈറ്റിലാണെങ്കിലോ ദളപതിനെ അടിക്കാൻ അജിത്ത് ആയിട്ടില്ല എന്നുള്ള ലെവലിലുള്ള ഫാൻ ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ പ്രൂവ് ചെയ്യുന്ന രീതിയിൽ ഈ OTTയുടെ ഒരു പ്രൈസ് റേഞ്ചും കൂടി പുറത്തു വന്നതോടുകൂടി ഭയങ്കര സ്ട്രോങ് ആയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ രണ്ട് ഫാൻസുകാരെ കൊണ്ട് സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിൽ തൊഴിലില്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ടാണ് അജിത്ത് 2010 അജിത് രസീർ മണ്ഡലം പിരിച്ചുവിടാനുള്ള മെയിൻ പ്രധാനപ്പെട്ട കാരണം. ഭയങ്കരമായിട്ടുള്ള അക്രമങ്ങളും ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ, ഒരു ഫാൻസും ഭയങ്കര തലക്കി പിടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ലെവലിൽ ചെയ്ത് പോകുമല്ലോ. അങ്ങനത്തെ ടീമുകളായിരുന്നു അജിത് ഫാൻസുള്ളവര്. മറ്റുള്ള ഫാൻസിന് മോശമൊന്നുമില്ല, ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ടാണ് പുള്ളി ഫാൻസ് വേണ്ടാന്ന് വെച്ചത്. ഫാൻസ് അസോസിയേഷൻ, ലീഗലായിട്ടുള്ള ഫാൻസ് അസോസിയേഷൻ വേണ്ടാന്ന് വെച്ചത്. പക്ഷെ പുള്ളി ഫാൻസ് അസോസിയേഷൻ വേണ്ടാന്ന് വെച്ചിട്ടും കാണുന്ന കാട്ടായങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പുള്ളിയുടെ സിനിമയ്ക്ക് റിലീസിന്റെ തലേദിവസമൊക്കെ കാണുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ളതൊക്കെ. പറഞ്ഞു വന്നത്, ഈ രണ്ട് സിനിമകളും തമിഴ് സിനിമയിൽ ഇനി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് പ്രൊജക്ടുകളാണ്. ഈ രണ്ട് പ്രൊജക്ടുകളുടെയും ഓരോ ചെറിയ ഭാഗങ്ങൾ വെച്ചിട്ട് വരെ എപ്പോഴും ഫാൻ ഫൈറ്റ് നടക്കാറുണ്ട്. അപ്പൊ അതില് ഇപ്പൊ ഈ ഫാൻ ഫൈറ്റില് ദളപതി വിജയുടെ ഫാൻസ് വിജയിച്ചു എന്നുള്ള ലെവലിലാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. കാരണം അജിത്തിന് സ്വന്തം റെക്കോർഡിൽ ഹയസ്റ്റ് നമ്പർ 1 ആണ്. പക്ഷെ ദളപതിയുടെ റെക്കോർഡ് വെട്ടിക്കാൻ അജിത്ത് ആയിട്ടില്ല എന്നുള്ള ലെവലില്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്കുള്ളത്? ശരിക്കും ആർക്കാണ് ഫാൻസ് കൂടുതൽ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നത്? എന്റെ പേഴ്സണൽ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ആയി ശ്രമിക്കുക. അതേപോലെ തന്നെ ഗുഡ് ബാഡ് ആൻഡ് അഗ്ലിന്റെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നുള്ളതും വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക.